വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിൻ്റെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. കുറേ ദിവസമായി നമ്മുടെ വിഴിഞ്ഞത്തെ അപ്ഡേറ്റ് ഒന്നും വീഡിയോ ആയിട്ട് വരുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ വിഴിഞ്ഞത്ത് പോയിരുന്നു. ഇവിടെ ക്രൈനുകൾ മൊത്തത്തിൽ 15 ക്രൈനുകളുണ്ട്. 4 STS ക്രൈനും ബാക്കി 11 CRMG ക്രൈനുകളും ഇവിടെ വിഴിഞ്ഞത്തുണ്ട്. അപ്പോൾ ഇവിടെ ബ്രാക്ക് വാട്ടറിൻ്റെ വർക്കും യാർഡിൻ്റെ വർക്കും ബർത്തിൻ്റെ വർക്കുമാണ് ഇവിടെ വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പുതിയതായിട്ടൊരു ഓപ്പർ ട്രെഡ്ജർ വോൾവോക്സ് ഏഷ്യ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്പർ ട്രെഡ്ജർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കയറി വരുന്ന ഭാഗത്ത് ട്രെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിന്ന് കാണാം. അതുപോലെ തന്നെ പുലിമുട്ട് 2700 മീറ്റർ എത്തിയിട്ടുണ്ട്. കടലിൽ മുകളിൽ നമുക്ക് കാണാവുന്ന ഭാഗം 2700 മീറ്റർ പുലിമുട്ട് ഇട്ടുണ്ട്. നമുക്ക് മൊത്തത്തിൽ വേണ്ടത് 2960 മീറ്ററാണ്. ഏകദേശം നമ്മൾ 2700 അടുപ്പിച്ച് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിഴിഞ്ഞത്തിൻ്റെ വർക്കുകളൊക്കെ വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡ് കണക്ടിവിറ്റിയും യാർഡിൻ്റെ വർക്കുകളുമാണ് കുറച്ച് സ്ലോയായിട്ട് നടക്കുന്നത്. ബാക്കി വർക്കുകളൊക്കെ വളരെ വേഗത്തിൽ നടക്കുകയാണ്. ഇവിടെ നിന്നാൽ പുലിമുട്ടിൻ്റെ നീളം കൂട്ടുന്ന വർക്ക് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും. അത് ടിപ്പറിൽ കരിങ്കല്ലുകൾ നിറച്ചുകൊണ്ട് ലോറി വരുന്നുണ്ട്. അതുപോലെ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഹിറ്റാച്ചി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പുലിമുട്ടിൻ്റെ ലെങ്ത് കൂട്ടുക എന്ന പ്രോസസ്സാണ് ഇവിടെ ഈ വീഡിയോയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ലോറികൾ വരിയായിട്ട് ഇവിടെ നിൽക്കുന്നത് കാണാം. അതുപോലെ തന്നെ പുലിമുട്ടിൻ്റെ സൈഡ് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ വലിയ പാറക്കല്ലുകൾ കൊണ്ടുവന്ന് അടുക്കുന്നത് കാണാം. അതിനു പുറമെ അക്രോ പാഡ് വെച്ച് അടുക്കുന്നതും നമുക്കിവിടെ ഇന്ന് കാണാൻ കഴിയും. ആ ലോറിയിൽ അക്രോ പാഡ് കൊണ്ടുവന്ന് വച്ചിട്ടുണ്ട്. അതിന് ക്രൈന് വെച്ച് ഇറക്കി സ്ഥാപിക്കണം. അപ്പോൾ അതുപോലെ ഒരുപാട് അക്രോ പാഡുകൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ കരിങ്കല്ലുകളുമായിട്ട് ലോറികൾ വരിയായിട്ട് വരുന്നത് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും. ഈ വീഡിയോയിൽ വരുന്ന തെറ്റുകളെല്ലാം താഴെ കമൻറ്റുകൾ മുഖേന ചൂണ്ടിക്കാണിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണാനുള്ളത് അത് നിങ്ങൾ കമൻറ്റുകൾ മുഖേന അറിയിക്കുമെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ആ ഭാഗങ്ങൾ കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. നിലവിൽ പോർട്ടിനകത്തുള്ള ഭാഗം ആഴം കൂട്ടുന്നത് ഇവിടെ ശാന്തിസാഗർ എന്ന് പറഞ്ഞ ട്രെഡ്ജറാണ്. ശാന്തിസാഗർ പോർട്ടിനകത്തുള്ള ആഴം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പോർട്ടിനകത്ത് കപ്പലുകൾ വന്ന് നിൽക്കുവാൻ വേണ്ടിയിട്ട് അതിന് പരമാവധി മാക്സിമം ആഴം കൂട്ടുന്ന പരിപാടിയാണ് ശാന്തിസാഗർ എന്ന് പറയുന്ന ട്രെഡ്ജർ. നമുക്കെല്ലാം പേര് പരിചിതമാണെന്ന് ഞാൻ കരുതുന്നത്. ശാന്തിസാഗർ ട്രെഡ്ജിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വോൾവോക്സ് ഏഷ്യ എന്ന് പറയുന്ന ട്രെഡ്ജറും ഇവിടെ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുലിമുട്ടിൻ്റെ നീളം ഇൻക്രീസ് ചെയ്യുന്ന വർക്കുകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ലോറിയിൽ കരിങ്കല്ലുകൾ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വിഴിഞ്ഞ വീഡിയോ ആണ് ഞാൻ എൻ്റെ ചാനലിൽ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ടോപ്പായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ. അപ്പോൾ അത് കണ്ട് സഹായിച്ച എല്ലാവർക്കും നന്ദി. അതുപോലെ ഇത് വിഴിഞ്ഞ ഹാർബറിനകത്തുള്ള കാഴ്ചയാണ്. ക്രൈനുകൾ കൊണ്ടിവിടെ നിറഞ്ഞിരിക്കുകയാണ്. ഇനിയും ക്രൈനുകൾ വരാനുണ്ട്. ഇവിടെ നിന്നാൽ ലോറി ബാർജിൽ കല്ല് നിറയ്ക്കുന്നത് നമുക്കിവിടെ നിന്നാൽ കാണാൻ കഴിയും. ഒരേ സമയം 2 ലോറികളൊക്കെയാണ് ബാർജിൽ കല്ലുകൾ നിറച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത്രയും വേഗം വർക്ക് പുരോഗമിക്കുന്നതാണ് നമുക്കിവിടെ നിന്നാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരേ സമയം 2 ലോറിയിൽ ബാർജിൽ കല്ല് നിറയ്ക്കുന്നതാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്.
ബാർജിൽ കരിങ്കല്ലുകൾ നിറച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ കഴിയുന്നത്. വളരെ വേഗത്തിൽ തന്നെ പുലിമുട്ടിൻ്റെ വർക്കുകൾ പുരോഗമിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകളെന്ന് പറഞ്ഞാൽ ക്രൈൻ്റെ ടെസ്റ്റ് നടക്കുകയാണ്. നമുക്കിവിടെ കൊണ്ട് എത്തിച്ചിട്ടുള്ള എല്ലാ ക്രൈനുകളും ഒരു കണ്ടെയ്നറുകൾ വെച്ച് അവ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ക്രൈനുകളും പ്രവർത്തന സജ്ജമാണോ എന്നുള്ളത് ഇവിടെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെ അവർ തുറമുഖത്തിന് ആവശ്യമായ കരിങ്കല്ലുകൾ എത്തിച്ചു കൊടുക്കുന്നത് ഒരേ സമയം നമുക്ക് 2-3 ലോറികൾ ഒരേ സമയം എത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. പുലിമുട്ടിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട്, ശക്തി കൂട്ടുവാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് വലിയ വലിയ പാറക്കല്ലുകൾ തരം തിരിച്ച് ഈ ബാർജിൽ കയറ്റുന്നത്. ഈ ബാർജിൽ എഞ്ചിൻലെസ് ബാർജിൽ വലിയ വലിയ പാറക്കല്ലുകൾ ഇവിടെ നിന്ന് തരം തിരിച്ച് കയറ്റുന്ന കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. വലിയ വലിയ പാറക്കല്ലുകൾ പുലിമുട്ടിൻ്റെ സ്ട്രെങ്ത് കൂട്ടുവാൻ വേണ്ടിയിട്ട്. അതിന് പുറമെയാണ് അക്രോപാഡ് വെച്ച് അടുക്കുന്നത്. നിലവിൽ ഇവിടെ ശേഖരിച്ച് വച്ചിരുന്ന കരിങ്കല്ലുകളെല്ലാം ഏകദേശം തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇവയൊക്കെയാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്.